എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്നു, ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ സ്വർഗസ്ഥനായവനിലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. ഗാഗുൽത്താ മലയിലേക്കുള്ള ദുസ്സഹമായ യാത്ര. അട്ടഹസിച്ചാഹ്ലാദിക്കുന്ന യൂദപ്രമാണിമാരുടെയും ഭടന്മാരുടെയും നടുവിൽ ക്രൂശിതനായി ജീവൻ വെടിയുന്ന യേശുനാഥൻ. ഇതെല്ലാം കണ്ടും കേട്ടും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ശിഷ്യഗണം. ഇനി എന്ത് എന്നറിയാതെ ഭയവിഹുലരായി ഒരു മുറിയിൽ വാതിലുകളെല്ലാം അടച്ചിരിക്കുകയാണ്. എപ്പോഴാണ് യഹൂദപ്പട ഇനി ഇവരെ തേടി എത്തുന്നത്? മരണത്തെ ജയിച്ചടക്കി വിജയശ്രീ ലാളിതനായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മാംസവും അസ്ഥികളുമുള്ള പൂർണ്ണ മനുഷ്യനായി അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശുവിൻ്റെ ദർശനത്തിൽ മനസ്സും ഹൃദയവും തുറക്കപ്പെട്ട ശിഷ്യർ ആനന്ദലഹരിയിലാണ്. ജ്വലിക്കുന്ന വിശ്വാസവുമായി ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള വെമ്പലിലാണവർ. പക്ഷേ തോമസ്, ധൈര്യശാലിയായ, ഒന്നിനോടും കൂസലില്ലാത്ത, ഏത് ദുഷ്കര ഘട്ടത്തിലും യേശുവിനോടൊപ്പം നിൽക്കാൻ ഭയപ്പെടാത്ത തോമസ്, അവനിത് വിശ്വസിക്കുമോ? കർത്താവ് അവനെ മാത്രം ഉപേക്ഷിക്കുമോ? ഈ തോമാസ് എവിടെ പോയി? പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? വല്ല യൂദപ്രമാണിമാരുടെയും മുൻപിൽ പെട്ടുകാണുമോ എന്ന എൻ്റെ പേടി. അവർ യേശു ശിഷ്യന്മാരെ വേട്ടയാടുന്നുണ്ട് എന്നാണ് കേട്ടത്. അല്ല, തോമസിന്റെ ധൈര്യം സമ്മതിക്കണം. നമ്മളും കണ്ടതല്ലേ നമ്മുടെ കർത്താവിനോട് അവർ ചെയ്തത്. ചോര വാർന്നൊഴുകുന്ന ആ ശരീരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. കർത്താവിന്റെ വിധി അതായിരുന്നെങ്കിൽ നമ്മുടേത് എന്തായിരിക്കുമോ? ഗാഗുൽത്തയിലെ കുരിശുമരം എനിക്കൊരു പേടി സ്വപ്നമായി തുടങ്ങി. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? നോക്ക്, പത്രോസും യോഹന്നാനും ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുന്നു. തുറന്നു കിടന്ന കല്ലറ കണ്ടിട്ട് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിലാണവർ. അതെന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. യൂതന്മാർ തന്നെ യേശുവിന്റെ ശരീരം മാറ്റിയതാണെങ്കിലോ? അങ്ങനെയും ഒരു കാര്യമുണ്ട്. ശരിക്കും ഉയർത്തെഴുന്നേറ്റതാണെങ്കിൽ കർത്താവിനെ ആ പരിസരത്ത് കാണേണ്ടതല്ലേ? അല്ലെങ്കിൽ ഈ പേടിച്ചിരിക്കുന്ന നമ്മളെ വന്നൊന്ന് കാണേണ്ടതായിരുന്നില്ലേ? ഇതൊന്നും കേട്ടിട്ട് എന്റെ പേടി പോകുന്നില്ല. കഥകളൊക്കെ അടഞ്ഞു തന്നെയല്ലേ കിടക്കുന്നത്. എന്തായാലും അത് നമുക്ക് ഉറപ്പുവരുത്താം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമാധാനം.
നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ഭയപ്പെടേണ്ട. ഇത് നിങ്ങളുടെ ഉദ്ധിതനായ യേശുക്രിസ്തുവാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരൂ. എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. മരണത്തിൽ നിന്നുയർത്ത മനുഷ്യ ശരീരമല്ലായിരുന്നുവെങ്കിൽ എനിക്ക് മാംസവും അസ്ഥികളും ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? നിങ്ങൾക്ക് സമാധാനം. എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇവിടെ ചിലർക്കൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. ആരെയും അങ്ങനെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തണ്ട. നമുക്കെല്ലാവർക്കും ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്തൊരു പ്രഭയായിരുന്നു യേശുവിന്റെ മുഖത്ത്. ജ്വലിക്കുന്ന ആ തേജസ് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അത് ശരിയാണ്. കുരിശിലെ രക്തം വാർന്നൊഴുകുന്ന ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നേ പോയി. മരണത്തിന്മേലുള്ള ഈ വിജയം നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. എനിക്കിവിടെ അകത്തിരിക്കാനേ തോന്നുന്നില്ല. യേശുവിൻ്റെ വാക്കുകൾ എനിക്കെന്തോ ഒരു ശക്തി പകർന്നു. പുറത്ത് ജനങ്ങളിലേക്ക് ഓടിയിറങ്ങി ചെല്ലാനും യേശു നമ്മളെ പഠിപ്പിച്ചതെല്ലാം അവരോട് വിളിച്ചു പറയാനും എനിക്ക് അത്യധികം ഉത്സാഹം തോന്നുന്നു. പാവം തോമസ് നമ്മളൊക്കെ പേടിച്ചകത്തിരുന്നപ്പോ പുറത്തു പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ അവന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശു നമുക്ക് പ്രത്യക്ഷപ്പെട്ടത് കാണാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല. തോമാസിനെ ഒന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാനായിരിക്കും ഇനി ബുദ്ധിമുട്ട്. നിങ്ങൾ എന്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അല്ല, എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിശ്വസിപ്പിക്കാനുള്ളത്? അതിരിക്കട്ടെ, ഞാൻ പുറത്തേക്ക് പോയപ്പോൾ പേടിച്ച് കരഞ്ഞു വിളിച്ചിരുന്നവർക്കെല്ലാം ഇപ്പോൾ വലിയ സന്തോഷമാണല്ലോ. ഇവിടെന്താ വല്ല അത്ഭുതവും സംഭവിച്ചോ? എന്താ പെട്ടെന്നിത്ര മാറ്റം വരാൻ? അത്ഭുതം സംഭവിച്ചോന്നോ? നമ്മുടെ കർത്താവ് കൂടെയുള്ളപ്പോ എന്തിനു ഭയപ്പെടണം? ഞങ്ങളുടെ പേടിയെല്ലാം പോയി.
നിങ്ങളെന്താ ഒരു തുമ്പുമില്ലാതെ സംസാരിക്കുന്നത്? പത്രോസും യോഹന്നാനും കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു. അതിലപ്പുറമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ചോന്നോ? സംഭവിച്ചു. യേശു ക്രിസ്തു ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നെ അങ്ങനെ എളുപ്പം പറ്റിക്കാമെന്ന് കരുതണ്ട. നിങ്ങളെല്ലാവരും കൂടെ ഒത്തുകൊണ്ടാണല്ലേ? അല്ല തോമസേ, സത്യമാണ്. ഞങ്ങൾ അവന്റെ കൈകളിലെ മുറിപ്പാടുകൾ കണ്ടു. ഞങ്ങൾ അവനെ സ്പർശിക്കുകയും ചെയ്തു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. അങ്ങനെയാകാൻ വഴിയില്ല. എന്റെ കർത്താവ് ഞാനില്ലാത്തപ്പോൾ ഇല്ല, അതൊരിക്കലും ഉണ്ടാകില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു സ്വപ്നം കണ്ടു എന്നാണോ നീ പറയുന്നത്? നീ മറ്റുള്ളവരോട് ചോദിച്ചു നോക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലുകളിടുകയും അവന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് സമാധാനം. ദിദിമോസേ, സംശയാലുവായിരിക്കാതെ എൻ്റെ അടുത്ത് വരൂ. നീ നിന്റെ വിരലുകൾ ഇവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകളിലെ അണിപ്പഴുതുകൾ നീ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമസ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഉത്ഥിതനായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം സ്വീകരിച്ച ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ സുവിശേഷവുമായി നാനാദിക്കുകളിലേക്കും യാത്രയായി. സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ശ്രവിച്ച ജനലക്ഷങ്ങൾ മാനസാന്തരം പ്രാപിച്ച് യേശുവിൽ ഒരു കൂട്ടായ്മ രൂപം കൊടുത്തു. എന്നാൽ ഈ മാറ്റത്തിൻ്റെ സന്ദേശം സ്വാഗതം ചെയ്യാൻ എല്ലാ ജനതകളും അവരുടെ നേതാക്കന്മാരും തയ്യാറായില്ല. അവർ ക്രിസ്തു ശിഷ്യന്മാരെ ആക്രമിക്കുകയും തുറങ്കിലടയ്ക്കുകയും ചിലരെയൊക്കെ കൊന്നുകളയുകയും വരെ ചെയ്തു.
അചഞ്ചല വിശ്വാസത്തിന്റെ ഉടമയായ തോമാസ് ലീഹ തന്റെ വിശ്വാസ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുത്തത് കിഴക്കൻ നാടുകളെയാണ്. ക്രിസ്തുവർഷം AD 52. ഈ വർഷവും മൺസൂൺ കാറ്റ് ആഞ്ഞടിച്ചു തുടങ്ങി. കാറ്റിന്റെ ദിശയ്ക്കും താളത്തിനുമൊത്ത് ആടിയുലഞ്ഞു നീങ്ങുന്ന പായ്ക്കപ്പലുകൾ ഗ്രീക്ക്, റോമ സാമ്രാജ്യങ്ങളിൽ നിന്നാരംഭിച്ച് ചെങ്കടൽ കടന്ന് അറബിക്കടലിലൂടെ തെക്കോട്ട് നീങ്ങുന്ന ഈ കപ്പലുകളുടെ എല്ലാം ലക്ഷ്യസ്ഥാനം ഒന്ന് തന്നെ: കറുത്ത പൊന്നിന്റെ നാട്. ചന്ദനവും കുരുമുളകും ഏലവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും തിങ്ങി വളരുന്ന ആ കൊച്ചു പറുദീസ കേരളം. മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈ കപ്പലുകളിൽ ഏതോ ഒന്നിൽ ഒളിഞ്ഞിരിക്കുന്നു വിലമതിക്കാനാവാത്ത ഒരു നിധി. കേരള സംസ്കാരത്തെ, എന്തിന് ഭാരത സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ഈശ്വരാനുഗ്രഹത്തിന്റെ നിധിക്കൂട്ട്. ഹാവൂ, ബഹുകേമം. നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കണു. എന്തു പറയണു രാമൻ നായരെ? അടിയനും നന്നായി ബോധിച്ചു. മനസ്സിൽ ഒരു ചിന്ത. തമ്പുരാന് സമ്മതമാണെന്ന് വെച്ചാൽ അടുത്ത ഭരണ ഉത്സവത്തിന് ഈ സംഘത്തിന്റെ ഒരു നൃത്തം കൂടി ആയാലോന്ന്. ആഹാ, അത്യുചിതം. നാം മനസ്സിൽ നിരീച്ചു. രാമൻ നായർ അത് പറഞ്ഞു.
നിങ്ങൾ പോയി വരിക. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും. എന്തുണ്ട് രാമൻ നായരെ നമ്മുടെ സാമ്രാജ്യത്തിൽ വാർത്തകൾ? പ്രജകൾക്ക് ക്ഷേമം തന്നെയല്ലേ? ദേവീ കടാക്ഷം കൊണ്ടും വലിയ തമ്പുരാന്റെ കൃപ കൊണ്ടും നാടെങ്ങും സമൃദ്ധിയും സന്തോഷവും. തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ കാലമായില്ലേ? തുറമുഖത്ത് വിദേശ കപ്പലുകൾ ദിനം പ്രതി കൂടി വരുന്നു. വിദേശ കപ്പലുകളുടെ തിക്കും തിരക്കും നമുക്ക് സന്തോഷമായിരിക്കണു. രാമൻ നായർക്കറിയാലോ, അങ്ങ് റോമാ സാമ്രാജ്യത്തിൽ നിന്നും വരെ നമ്മെ മുഖം കാണിക്കാൻ പ്രതിനിധികൾ കാത്തു നിൽക്കുന്നു. അതേ തമ്പുരാൻ, കൊടുങ്ങല്ലൂരിനെ വെല്ലുന്ന ഒരു തുറമുഖം ഇന്നില്ല. നമ്മുടെ കുരുമുളകും ഏലവും ചന്ദനവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇല്ലാതെ വിദേശ പ്രമുഖന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല.